അതെ, അത് വെറുതെ നമ്മുടെ എംപ്ലോയീസിനെ വെറുതെ ഇരുത്തിയോ അതെപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴൊക്കെ നമ്മൾ അവരെ എങ്ങനെയൊക്കെ വെറുതെ ഇരുത്തിയോ എൻഗേജ് ആക്കാം. അപ്പോഴാണ് അവർ റോങ് വേയിലും ഗോസിപ്സിലോട്ട് പോകുന്നത്. ഈ പറയുന്ന പോലെ ഒരു സീരിയലിനൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുകൊണ്ടേയിരിക്കും. കാരണം അപ്പോൾ അവരുടെ പ്രയോറിറ്റി മാറുകയാണ്. ആ മെൻറ്റാലിറ്റിയിലോട്ടായിരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ടെക്സ്റ്റൈൽസിലും പോകുമ്പോൾ ആളുകൾ മുഖത്ത് നോക്കില്ല, താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആ ഇതാണോ, ആ അതാണ് എന്ന് പറഞ്ഞ് തല താഴ്ത്തിക്കൊണ്ട് സംസാരിക്കണം. അവരൊക്കെ എത്രയോ ഇനി ബെറ്റർ ആവുന്നുണ്ട്. അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ തോന്നുന്നില്ല, നമുക്ക് കച്ചവടം നഷ്ടപ്പെടുകയാണ്. അതെ അവരുടെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ ഇവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ക്യാപ്റ്റൻ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത്. ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ റോൾ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടില്ലേ മക്കളെ, എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു രക്ഷയില്ല, സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കി കളിക്കേണ്ടി വരും. അത് റൊണാൾഡോ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും മാറ്റേണ്ടി വരും, ഇറക്കേണ്ടി വരും എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ്റെ കയ്യിലാണ് ഇതെല്ലാം കിടക്കുന്നത്. നല്ല ക്യാപ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്യാപ്റ്റനായിട്ട് ഇറങ്ങണം. ഇറങ്ങി ഒരു ക്യാപ്റ്റൻ അവിടെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു കയറണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും മോചനമില്ല. നിങ്ങൾക്ക് അവിടെ മുകളിൽ നിന്ന് കോച്ചിനെ എപ്പോഴും പുറത്തുനിന്ന് കളി കാണുന്ന ആളുകൾക്ക് ബെറ്ററായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും, അല്ലേ? ചെസ്സ് കളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇവർ കളിക്കുന്ന പോലെയല്ല, നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഡേഞ്ചർ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഇതാണ് ഒരു കോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നമ്മളെപ്പോഴും നോക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളെ സെറ്റ് ചെയ്യേണ്ടത്. നമ്മളതിനി അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയാൽ തന്നെ ഉടൻ തന്നെ നമ്മളത് മറ്റൊരാളെ പഠിപ്പിച്ച്, ഒരു ക്യാപ്റ്റനെ പഠിപ്പിച്ച് അല്ലെ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ വിഡ്രോ ചെയ്തിരിക്കണം. ഇതുപോലെ മാത്രമല്ല, ഇപ്പം ഇന്ന് അതായത് യഥാർത്ഥത്തിൽ നല്ലൊരു ബിസിനസ് മാൻ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിനപ്പുറത്ത് 5 വർഷത്തിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒറിജിനൽ ബിസിനസ് മാൻ നമ്മളെവിടെയാണുള്ളത്? അതാണ് ഒരു ഭയങ്കരമായ ചർച്ച വന്നത്. നമ്മൾ പുറത്തുനിന്ന് നോക്കണ പോയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എൻഗേജ് ആണ്. എന്നിട്ട് വേണ്ടേ പുറത്തു വരാൻ. പുറത്തു വന്നിട്ടാലും ഇതിനെ ടീം ചെയ്തോളും. ഈ വർഷത്തെ പ്ലാനൊക്കെ കഴിഞ്ഞു, എല്ലാം ചെയ്ത് ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മളെ പ്ലാൻ, ചെയ്തോളി. അത് ഏൽപ്പിച്ചിട്ട് അവർ നെക്സ്റ്റ് ഇയറും അതിൻ്റെ ശേഷമുള്ള ഇയറൊക്കെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ബിസിനസ് മാൻ. നമ്മൾ ഈ ചെറിയ ആളുകൾ പറയും ബിസിനസ്, നമ്മളൊക്കെയുള്ള അടങ്ങുന്ന ഗ്രൂപ്പാണല്ലോ. നമ്മൾ എപ്പോഴും ഈ ഒരു തോട്ട് വേണം നമ്മളെ കയ്യിൽ. കൂടെ നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പറയുന്നത് മനസ്സിലാക്കുക, കൃത്യമായി ക്ലാരിറ്റിയോട് കൂടി നൽകുക, അവരങ്ങ് ഏൽപ്പിക്കുക, അവരങ്ങ് ചെയ്തോളും. അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ വളരണം, പുതിയ രീതിയിൽ എങ്ങനെയൊക്കെ ഫൈനാൻസ് സെറ്റ് ചെയ്യണം, പുതിയ രീതിയിൽ പ്രൊഡക്റ്റ് ബ്രാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യണം, ആ ബ്രാൻഡിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. എന്നെങ്കിലും വളരാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കടല വിൽക്കുന്നവനും മെർസിഡീസ് ബെൻസ് വിൽക്കുന്നവനും സെയിൽസ്മാനാണ്. അതെ, ഇവിടെ നിന്ന് നമുക്ക് അത് വിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വളരുക എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത്. അത് വളർത്തി കാണിച്ചു കൊടുക്കുകയും വേണം. അതെ, കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ആ വിശ്വാസത്തോടു കൂടി നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റും. അതിന് കൃത്യമായി ഡിഫൈൻ ചെയ്ത സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത്, ഇതുപോലത്തെ ടീമിൻ്റെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ കയ്യിലേക്ക് ഇനി ഇൻ്റെത് കഴിഞ്ഞു, ഞാനിതാ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നു, ഞാൻ അവിടെ. അതിനർത്ഥം തിരിഞ്ഞു നോക്കണ്ടെന്നല്ല, അപകടം വരുന്നത് അവിടെയാണ്. തിരിഞ്ഞു നോക്കിയേ പറ്റൂ. ഇത് അത്രക്കും ക്ലിയർ ആണ്, എല്ലാ ഭാഗം ക്ലോസറാണ്. നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സിഗ്നലിലെ കഥ. സിഗ്നലിൽ ഇങ്ങനെ പോലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പോലും സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഉള്ളത് കൊണ്ടാണ് അയാൾ വണ്ടി എടുക്കാതെ അവിടെ കാത്തു നിൽക്കുന്നത്. അത്തരത്തിൽ ഒരു അപകടം പറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വേറൊരു അപകടം വരികയാണെങ്കിൽ അതുപോലും കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ട് മുകളിലേക്ക് ചിന്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും വേണം. ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അതിന് അനുയോജ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും നിരന്തരം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അല്ലാതെ അവരത് അങ്ങനെയാണ്, ഇവരത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു നമുക്ക് പറയാൻ തുടങ്ങി എന്തിനും കാരണക്കാർ മറ്റൊരിടത്തിലേക്ക് നമ്മൾ ചൂണ്ടുകയാണ്. മനുഷ്യൻ്റെ ജന്മ സ്വഭാവമാണ്. അതിനെന്താ പറയുക, കുറേ ബയാസുകൾ ഉണ്ടല്ലോ മനുഷ്യന്. ഒരുപാട് ബയാസുകൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് ബയാസ്, നെക്സ്റ്റ് ആങ്കർ ബയാസ്. ഈ ആങ്കർ ബയാസാണിത്. എന്ത് ചെയ്താലും നമ്മളെ കയ്യിൽ നിന്ന് അപകടം പറ്റിയാൽ പോലും അത് മറ്റവൻ്റെ കുറ്റമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബയാസാണ്. അത് ഇൻഹെറിറ്റഡ് ആയിട്ട് വരും. പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ട് വരും. പക്ഷെ ഇതെല്ലാം പഠനത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ മൊത്തം മനുഷ്യന് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, ഞാനാണ് റോങ് വേയിൽ വരുന്നത്, അവനെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്, അവൻ അധികം വന്നുകൂടായിരുന്നില്ലേ, ഞാനിത് വരുന്നതോ കണ്ടില്ലേ, അവൻ അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഞാൻ എൻ്റെ ഓവർടേക്ക്
വെറുതെ നമ്മൾ ന്യായീകരിച്ച് കളയും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ബിസിനസ്സിനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഉള്ള ഗെയിമായിട്ട് കാണാൻ തുടങ്ങിയാൽ അവിടെ ഈ കളിയൊന്നും അവിടെ നടക്കില്ല. ഈ ബയാസുകൾ ഒരു ബയാസിനും പ്രസക്തിയില്ല അവിടെ. അപ്പം അത് ഇത്തരത്തിൽ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, നിങ്ങൾ ഈ ഗ്രൗണ്ടിലാണ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്കൊരു ആശയമായിട്ട് വന്നതാണത്. അതെ. പക്ഷെ അത് ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ആളുകളുണ്ട്. അവരത് ചെയ്യണം. ചെയ്യുമ്പോഴാണ് നമ്മൾ ടീമിലോട്ട് അതൊരു അഡ്രിനാലിൻ ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തളർച്ചയൊന്നുമില്ല. അതെ അതെ. മറ്റത് ഗോളടിക്കാൻ പന്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും കൂട്ടുകാരെ വിളിച്ച് ആ സിനിമയ്ക്ക് ബുക്ക് ചെയ്തോ, ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്നുള്ളത് സംസാരിക്കുന്നത്. ഇതൊന്നും ഗെയിം സെൻറ്ററിൽ നടക്കില്ല, കോർട്ടിൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ കോർട്ടിലാണെന്നുള്ള ബോധ്യം എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അവിടെ എപ്പോൾ വേണമെങ്കിലും പന്ത് വരാം, അലേർട്ടായിട്ടിരിക്കണം. ഉറങ്ങാനുള്ള സമയമൊന്നും അവിടെ അനുവദനീയമല്ല. അനുവദനീയമായ സമയമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാം. ഇവിടെയൊക്കെ ഒരു ഭയങ്കര ചിട്ട, എന്താണ് നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ചിട്ട വരുന്നത് നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ വേറെ കാണുന്നതുകൊണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങൂ, ഗ്രൗണ്ടിലാണ് നിങ്ങൾ കഴിഞ്ഞാലേ ചെയ്യൂ. അതെ, അത് ചെയ്ത് കഴിഞ്ഞാൽ പന്ത് വരുമ്പോൾ പിന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? കൊടുക്കേണ്ട ആവശ്യമില്ല. രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് അത് അങ്ങനെ പറയുന്നതിന് പകരം ഗെയിമിന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു വാമപ്പ് ഉണ്ട് ഇല്ലേ? വാമപ്പ് ഇല്ലാതെ കളിച്ചാൽ നിങ്ങളുടെ ഈ വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാമപ്പ് ചെയ്യുന്നത്. കൈയും കാലും വീശി കോച്ച് ഒന്ന് എക്സസൈസ് ചെയ്യിച്ച് ക്യാപ്റ്റൻ എല്ലാവരും കൂടി ഒരു ചെറിയൊരു ഡിസ്കഷനൊക്കെ ഇരുന്നിട്ട് കമോൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഇതുണ്ട്. ഇത് തന്നെയാണ് ബിസിനസ്സിലും സംഭവിക്കുന്നത്. നമ്മൾ ഗെയിം തുടങ്ങി വൈകുന്നേരമേ ഇത് അവസാനിക്കുള്ളൂ, അതുവരെ നമ്മൾ ഇന്നത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞ് അവരെ ആ ഗ്രൗണ്ടിലോട്ട് അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇറക്കുന്നിടത്ത് ഒരു ക്യാപ്റ്റൻ വിജയിക്കും.